എസ്ഐല്ലേ സ്റ്റേഷനില്? ഞാൻ അദ്ദേഹത്തോടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത്. നിങ്ങളാണോ അങ്ങോട്ട് കൂലി കൊടുത്ത് അവിടെ നിർത്തി? ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടാണല്ലേ? കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയിരുന്നു. ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെയും വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ഇതിനൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് സ്വീകരിക്കുന്നെങ്കിൽ എനിക്ക് അതുകൊണ്ട് ഏത് വീട്ടിലെ സംഭവം നടന്നാൽ ഞങ്ങളുടെ വീട്ടില കണക്ക് പുറത്ത്. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. ഏതോ പുതിയ വഴിക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം. എങ്കിൽ പിന്നെ പോലീസിനെ വിളിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം കണ്ടുപിടിക്കട്ടെ. എന്താ പോലീസും പട്ടാളൊക്കെ? പട്ടാളൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ? കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി പെൺകുച്ചിന്റെ കൈത്ത് കയറി പിടിച്ച് നീയാണ്. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കൺട്രോളാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടംപോലെ മര്യാദ കാണാം. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായിരുന്നു. ഞാൻ ഹോം മിനിസ്റ്റർ വിളിച്ച് പറയാം. അതാ നല്ലത്.